ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ നോർത്ത് ഇന്ത്യൻ ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ദിവസമാണ്. നമ്മൾ ഇന്ന് പോകുന്നത് ഭക്രാനങ്കൽ ഡാം കാണാനാണ്. 1962 അത് പണി കഴിച്ചു കഴിഞ്ഞപ്പോൾ, പണി തീർന്നപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡാമായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ ഡാമാണ്. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് കാണാൻ പോകുന്നത്. ഒരു ബോട്ട് ട്രിപ്പോ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഇന്നത്തെ ദിവസം അങ്ങനെ ആദ്യത്തെ ലിസ്റ്റിലുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. പഞ്ചാബിലെ ജലന്ധറിൽ നിന്ന് ഹിമാചൽ പ്രദേശിലെ ഭക്രാനങ്കലിലേക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ വളരെ മനോഹരമായ ഒരു കണ്ണിന് കുളിർമയാകുന്ന ഒരു പ്രകൃതി ഭംഗിയൊന്നും ഇപ്പോൾ പഞ്ചാബിൻ്റെ ഈ നമ്മൾ പോയ സ്ഥലത്തൊന്നും കണ്ടില്ല. ഓഫ് സീസൺ ആയതുകൊണ്ടായിരിക്കാം. എന്നാലും നമ്മൾ പോകുന്ന വഴി ഒരുപാട് ചുരങ്ങളും കയറ്റവും ഇറക്കവും ഒക്കെ കഴിഞ്ഞിട്ട് വേണം പോകാൻ. ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് നല്ല മനോഹരമായ സീൻ, നല്ലൊരു കാഴ്ച. വീഡിയോ കാണുന്ന പോലെയല്ല, ഇതിലും മനോഹരമാണ്. നമ്മൾ നേരിട്ട് കാണുമ്പോൾ അങ്ങ് ദൂരെ വെളുത്ത് നിർത്തി കാണുന്നത് ഹിമാലയത്തിൻ്റെ മഞ്ഞ് പുതഞ്ഞ ഭാഗമാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ വഴി പോകുന്ന വഴികളിലുടനീളം ഒരുപാട് കുരങ്ങന്മാരുണ്ട്. അതിന് തീറ്റ കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടു. ഇവരൊക്കെ ഇതൊരു നേർച്ചയായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടേക്ക് ഇരുന്നു, പ്രകൃതി ഭംഗിയാക്കി ആസ്വദിച്ചു. ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. അങ്ങനെ പഞ്ചാബിൽ നിന്നും പല ചെക്ക് പോസ്റ്റുകളൊക്കെ താണ്ടി പയ്യെ ഹിമാചൽ പ്രദേശിലേക്ക് കയറുകയാണ്. അങ്ങനെ കയറി നമുക്ക് ആ ഭൂമിയുടെ ഭൂപ്രകൃതിക്കൊക്കെ വ്യത്യാസമുണ്ട്. ഈ ഭക്രാനങ്കൽ ഡാം ഇരിക്കുന്നത് ഒരു കാടും മലയൊക്കെ കയറി അതിൻ്റെ ഉള്ളിലാണ്. അധികം ജനവാസ മേഖലയൊന്നുമല്ല. അതുപോലെ തന്നെ അതീവ സുരക്ഷാ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. ഭയങ്കര സെക്യൂരിറ്റി ഒക്കെയാണ്. നമുക്ക് ഡാം ഇരിക്കുന്ന ആ സ്ഥലത്തേക്ക് പ്രവേശനമോ അവിടുന്ന് ഷൂട്ടിങ്ങോ ഒന്നും അലൗഡ് അല്ല. നമുക്ക് അവിടെ ഇതെല്ലാം പോകുന്ന വഴിക്ക് എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് കറക്റ്റായിട്ട്. വളരെ മനോഹരമായിട്ട് നല്ല നീല നിറത്തിൽ താഴെക്കൂടി ഒഴുകുന്നതാണ് സജ്ലത്ത് നദി. ഈ നദിയുടെ കുറുകെയാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് അങ്ങ് ദൂരെ കാണുന്നതാണ് നമ്മൾ കാണാൻ പോകുന്ന അണക്കെട്ട്. ഈ അണക്കെട്ടിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് പ്രവേശനമില്ല. 1962 ഈ അണക്കെട്ടിൻ്റെ പണി പൂർത്തിയാക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടായിരുന്നു. ഇപ്പോൾ ഇത് ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ അണക്കെട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഭക്രാനങ്കൽ റിവറിൻ്റെ റിസർവെയർ. ഇത് രസം നോക്കി, നല്ല നീല നിറത്തിലുള്ള വെള്ളം. താഴെ ആയിരുന്നെങ്കിൽ ഇപ്പം നല്ല പച്ച നിറത്തിലുള്ള വെള്ളമായിരുന്നു. ഇപ്പോൾ ഇവിടെ മുകളിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ വ്യത്യാസം വന്നു. എന്തൊരു നല്ല സൂപ്പർ ബ്യൂട്ടി ആട്ടോ ഇവിടുന്ന് കാണാൻ. നമ്മളിവിടെ ഒരു ബോട്ടിങ്ങിന് വേണ്ടി വന്നതാണ്. ഡാമിൻ്റെ ആ പ്രദേശത്ത് മൊബൈൽ വീഡിയോഗ്രാഫി എല്ലാം, അതായത് ഫോട്ടോ വീഡിയോഗ്രാഫി എല്ലാം പ്രൊഹിബിറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് മുകളിലോട്ട് വന്നു. ഇവിടുന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ബോട്ട് റൈസ് ചെയ്യാൻ പോകണം. അല്ല, ബോട്ട് റൈസ് അല്ല, ഒരു റൈഡ്. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കടകളുണ്ട്. എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടോ, ഇവരുടെ തനതായ രീതിയിലുള്ള എന്തൊക്കെയോ ഫുഡൊക്കെ ഉണ്ടാക്കുന്നു. ഇവിടുത്തെ ഈ ഹോട്ടലിൻ്റെ കിച്ചണാണ് കേട്ടോ. കിച്ചണിൽ ഒരു ഫുഡൊക്കെ ഉണ്ടാക്കുന്നു. റൊട്ടി അതുപോലെ എന്തൊക്കെയോ ഉണ്ടാക്കുന്നു. ഇത് കുത്തനെയുള്ളൊരു ഇറക്കാണ്. അതുപോലെ ഈ ഡാമിൻ്റെ എനിക്കൊന്ന് വെള്ളം ഇന്ന് ഭയങ്കര കുറവാണ്. കാരണം അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ വെള്ളം പണ്ടുണ്ടായിരുന്ന മാർക്ക് കാണാൻ പറ്റും. ഇതുകൊണ്ട് ഇവിടെയൊക്കെ എനിക്കൊന്ന് ഇതിൻ്റെ ഒരു 50% കപ്പാസിറ്റി ഇപ്പോൾ ഉള്ളതെന്ന് എനിക്കുന്നത്. എന്നിട്ടും ഇത്രയും വലിയ ഏരിയ. അപ്പോൾ പഞ്ചാബിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഏകദേശം 2 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ എത്തി. അപ്പം ബോട്ട് റൈസാണ് നമ്മൾ ചെയ്യുന്നത്. 15 മിനിറ്റ്, അരമണിക്കൂർ, 1 മണിക്കൂർ. നമ്മളിപ്പോൾ 1 മണിക്കൂറിൻ്റെ എടുത്തിട്ടുണ്ട്. ഒന്ന് ഇതിലെ കൂടെ മൊത്തം ഒന്ന് കറങ്ങി തിരിച്ചു വരും. 1 മണിക്കൂറുണ്ട്. ഇപ്പോൾ ഇവിടെ കുറേ ബോട്ടുകളുണ്ട്. അപ്പം നമ്മൾ ഇതിലൊരു ബോട്ടിലാണ് പോകുന്നത്. ഇങ്ങനെ ഇതിൻ്റെ ഈ പ്രദേശത്തൂടെ മുഴുവൻ ഒന്ന് കറങ്ങി 1 മണിക്കൂർ കറങ്ങിയിട്ട് തിരിച്ചു വരുന്ന രീതിയിലാണ് നമ്മളിപ്പം എടുത്തിരിക്കുന്നത്. യാത്ര തുടങ്ങിയാണ്. ഇതാണ് ബോട്ടിന്റെ എഞ്ചിൻ. കാണുന്നതാണ് കേട്ടോ ഈ ഭക്രാനങ്കൽ ഡാം. നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. നമുക്ക് അവിടെ നിന്ന് ജസ്റ്റ് കാണാം. അതുപോലെ അവിടെ വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. ഇത് പണി തുടങ്ങുന്നത് 1948 അതിന്റെ പണി തീരുന്നത് 1962. പണി തീരുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡാമായിരുന്നു. പിന്നീട് അതൊക്കെ മാറി
വലിയൊരു ഹില്ലി ഏരിയ ആണ്. 750 അടി താഴ്ചയിൽ വെള്ളം ഉണ്ടെന്നാണ് ഇവിടെ ഈ പുള്ളിയോട് ചോദിച്ചപ്പോൾ, ബോട്ടിന്റെ ഓണറോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഭയങ്കര ആഴമാണ് ഇവിടെ. നമ്മുടെ ബോട്ട് സവാരി തുടങ്ങി ഏകദേശം ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഈ ഒരു തുരുത്തിലെത്തി. ഇവിടെ ഈ വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു രൂപപ്പെട്ട അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ദ്വീപ് പോലെ ഒരു സ്ഥലം. പ്രത്യേകിച്ച് ഒന്നുമില്ല, കുറച്ച് കുന്നും മലയും അതുപോലെ കുറച്ച് മരങ്ങളും കുറ്റിച്ചെടികളൊക്കെയുള്ള. എല്ലാവരും വന്നു അവിടെ ഒന്ന് ഇരുന്ന് കുറച്ച് നേരം ഒന്ന് വിശ്രമിച്ചു. നല്ല ക്ലിയർ വാട്ടറാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള ഭയങ്കര തണുപ്പുള്ള വെള്ളമാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് ഇങ്ങനെ കറങ്ങി നടന്നു. പിള്ളേരുള്ളത് കൊണ്ട് നമ്മളെപ്പോഴും കെയർഫുള്ളായിട്ട് അവരുടെ പുറകെ കളിയും ചിരിയായിട്ട് കുറച്ച് നേരം നടന്നു. അപ്പോൾ നമ്മൾ ഇനി തിരിച്ച് ബോട്ടിൽ കയറി നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെ പോവുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ട്രിപ്പെല്ലാം കഴിഞ്ഞത് കരയ്ക്ക് അടുക്കാൻ പോകണം കേട്ടോ. നമ്മൾ എവിടെ നിന്നാണോ പുറപ്പെട്ട അങ്ങോട്ടേക്ക് എത്തി. ഏകദേശം 1 മണിക്കൂർ എടുത്തു. ഇത്രയും ഏരിയ ഇതുണ്ട്, ഇതിന് ഭയങ്കര കുറെ ഏരിയ ഉണ്ട്. അവിടെ എല്ലാം കറങ്ങി നമ്മളിപ്പോ ഇവിടെ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മള് ഇതുണ്ടോ പുറകിൽ കാണുന്ന റിവറിലെ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി അങ്ങോട്ടേക്ക് യാത്ര, ഫുഡ് കഴിക്കുക, അതൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നതുകൊണ്ട് തിരിച്ചു വരുന്ന വഴി ടൗണിലെത്തിയപ്പോൾ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് കയറി താലി മീലും അതുപോലെ ഫ്രഷ് റൊട്ടിയൊക്കെ ഓർഡർ ചെയ്ത് ഫുഡ് കഴിച്ച് തിരിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി.